ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു എക്സൽ നൈറ്റിയുടെ കട്ടിംഗ് ആണ്. ഫുള്ളായിട്ടില്ല നമുക്ക് നൈറ്റി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2.25 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അതേ നടുവേ മടക്കിയ 2.25 അല്ല 3 മീറ്ററിൻ്റെ അടുത്തുണ്ട്. അതേ നടുവേ മടക്കിയ തുണി നമ്മൾ വീണ്ടും ഒന്ന് മടക്കുന്നു. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. എക്സൽ നൈറ്റിയാണ്. 54 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുള്ളൂ. 52 ശരിക്കും വേണ്ടത്. തയ്യൽ തുമ്പും കൂടി ചേർത്ത് ഞാൻ 54 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം ഷോൾഡർ 6, ആം ഹോൾ 6, ചെസ്റ്റിൻ്റെ വണ്ണം 13, വേസ്റ്റിൻ്റെ വണ്ണം 12.5. ഇത്രയും മാത്രമേ മെഷർമെൻ്റ് ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ദേ ഷോൾഡർ 6.5, ആം ഹോള് 6.5. ഷോൾഡർ എത്രയാണോ എടുക്കണം അത് തന്നെ ആം ഹോൾ എടുക്കണം കേട്ടോ. ശേഷം ചെസ്റ്റ് 13 ഇഞ്ച്, കൈക്കുഴി കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. കൈക്കുഴി കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷേപ്പിൻ്റെ, അതായത് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 മാർക്ക് ചെയ്തിട്ട് വേസ്റ്റിൻ്റെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 12.5. 13 വേണമെങ്കിൽ 13 എടുക്കാം. ചെസ്റ്റ് കൊടുത്തതിൻ്റെ വേസ്റ്റും കൊടുക്കാം. പക്ഷെ ഒരു അര ഇഞ്ച് ചെറുതാക്കിക്കോളൂ. ചെറിയൊരു ഷേപ്പെങ്കിലും കിട്ടും. ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് സ്കെയിൽ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ശേഷം നമുക്കിനി ഇതിൽ നിന്നും വേണ്ട ലെങ്ത് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സിമ്പിളായിട്ടുള്ളൊരു നൈറ്റി കട്ടിംഗ് ആണ്. വെറും ഒരു 4 മിനിറ്റിൽ തന്നെ നമുക്ക് നൈറ്റി കട്ട് ചെയ്യാൻ പഠിക്കാം. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റി കട്ടിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ആകെയുള്ളത് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടി മാത്രമാണ്. അപ്പോൾ അതേ കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കഴുത്തിൻ്റെ അകലം ഫ്രണ്ടിനും ബാക്കിനും കൂടി ഞാൻ 2.5 തന്നെയാണ് എടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം 5 എടുക്കണ്ടേ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ, കട്ട് ചെയ്യുന്നില്ല. ഡിസൈനിനൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇതിൻ്റെ നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മൊത്തത്തിലെല്ലാം ഉണ്ടാവും കേട്ടോ. ഈ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കൈക്കൂടെ വണ്ണം എടുത്തിട്ടുണ്ട്. 12 വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് 11 എടുത്താൽ മതി കേട്ടോ. കാരണം ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊക്കെ പോകുമല്ലോ. അപ്പോൾ 12 വരുന്നുണ്ട്, പക്ഷേ 11 എടുത്താൽ മതി. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആ സൈഡിലുള്ള തുണിയിൽ അതെടുത്തിട്ടുണ്ട്. അതിലാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. 8 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവ്. 8 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ഇതാണ്. അപ്പോൾ അത് 8 ഇഞ്ച് ലെങ്ത്ത് സ്ലീവ്, 8.25 ഇഞ്ച് ലെങ്ത്ത് ശരിക്കും കിട്ടുന്നുണ്ട്. സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കുഴിയുടെ വണ്ണം 12 നമുക്ക് വന്ന്, പക്ഷേ 11 എടുത്താൽ മതി. അപ്പോൾ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ശേഷം കൈൻ്റെ റൗണ്ട് 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും 7 മതി നമുക്ക്. 6 തയ്യൽ തുമ്പും കൂടി ചേർത്ത് 7 മതി. എന്നിരുന്നാലും ഒരു അര ഇഞ്ച് കൂടി ഇരുന്നോട്ടി എന്നിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം യോജിപ്പിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും നല്ല ഡിസൈനർ നെക്കും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചോളൂ. നല്ല ഭംഗിയുള്ള നൈറ്റി ആയിരിക്കും ഇത് നമുക്ക് ഫൈനൽ ലുക്കിൽ ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടാവും. ഷെയർ ചെയ്യാൻ മറക്കരുത്. കട്ട് ചെയ്ത് വെച്ചോളൂ. താങ്ക്